ഞാൻ റേഡിയേറ്റർ തുറന്ന് വെള്ളം ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാൻ പോവാട്ടോ. ഒരു കാരണവശാലും ഹോട്ടായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഓടിയിട്ട് വന്നിരിക്കുന്ന ക്യാപ്പിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം നല്ലപോലെ ആ ക്യാപ്പിൽ പ്രഷർ കൊടുത്തുകൊണ്ട് തന്നെ, അങ്ങനെയാണെങ്കിൽ റേഡിയേറ്റർ ക്യാപ്പ് തുറന്നു വച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഓക്കെ, അങ്ങനെയാണെങ്കിൽ റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് അടച്ചു വച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ എന്ത് സംഭവിക്കുന്നു കൂടെ നോക്കാം. നൂറ് കിലോമീറ്റർ കണ്ടിന്യൂസ് ഓടിയതിനു ശേഷം തിരിച്ചു വന്ന ഒരു വാഹനമാണ്. എനിക്കിപ്പോൾ ഈ വാഹനത്തിന് റേഡിയേറ്റർ തുറന്നിട്ട് റേഡിയേറ്ററിൽ വെള്ളം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഞാൻ റേഡിയേറ്റർ തുറന്ന് വെള്ളം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പോവാട്ടോ. വെറുതെ പറഞ്ഞാണ്, ഒരു കാരണവശാലും ഹോട്ടായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഓടിയിട്ട് വന്നിരിക്കുന്ന വാഹനത്തിൻ്റെ റേഡിയേറ്റർ ഒരു കാരണവശാലും തുറക്കരുത്. അത് നല്ല ഒന്നാന്തരമായിട്ട് നമ്മുടെ റേഡിയേറ്റർ ക്യാപ്പിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഡേഞ്ചർ നെവർ ഓപ്പൺ ഹോട്ട്. അതായത് ഹോട്ടായിട്ടിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും റേഡിയേറ്റർ ക്യാപ്പ് തുറക്കരുത്. കാരണം റേഡിയേറ്ററിനുള്ളിലെ വെള്ളം നല്ല പ്രഷറൈസ്ഡ് ആയിട്ടിരിക്കുന്ന ടൈമാണ് ഈ ഒരു ഹോട്ട് ടൈം. നിങ്ങൾക്ക് തുറക്കണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ ഇതുപോലെ കട്ടിയായിട്ടുള്ള തുണി റേഡിയേറ്റർ ക്യാപ്പിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം നല്ലപോലെ ആ ക്യാപ്പിൽ പ്രഷർ കൊടുത്തുകൊണ്ട് തന്നെ ഇതുപോലെ തുറക്കുക. ഇങ്ങനെ ചെയ്യാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് തുറക്കേണ്ട സാഹചര്യം വന്നാൽ ഇതുപോലെ തുറക്കാം എന്ന് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ റേഡിയേറ്റർ ക്യാപ്പ് തുറന്നു വച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും അല്ലേ? പരിഹരിച്ചു തരാം. ഓക്കെ, ഞാൻ റേഡിയേറ്റർ ക്യാപ്പ് തുറന്നു വെച്ചിട്ടുണ്ട്. വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും സംഭവിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആക്സിലേറ്റർ കൊടുത്ത് നോക്കിയാലോ? ആക്സിലേറ്റർ കൊടുത്തിട്ടും ഒന്നും സംഭവിച്ചില്ല. ഇങ്ങനെയൊക്കെ ചെയ്താലും ഒന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പായ ധാരണ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്കായി കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് അടച്ചു വച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ എന്ത് സംഭവിക്കുന്നു കൂടെ നോക്കാം. എഞ്ചിൻ ഓൺ ആണ്. 2 മിനിറ്റ് കറക്റ്റ് ആകുമ്പം ഞാൻ പറയാം. സമയം വിലപ്പെട്ടതാണല്ലോ, അതുകൊണ്ട് ലാഗ് അടിപ്പിക്കാണ്ടിരിക്കാനായിട്ട് അല്പം ഞാൻ സ്പീഡ് കൂട്ടി വിടാം. ഓക്കെ, 2 മിനിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് റേഡിയേറ്റർ ക്യാപ്പ് തുറക്കാം. സേഫ്റ്റിക്കായിട്ട് ഞാൻ ഇതുപോലെ ഗ്ലൗസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ തുറക്കാൻ പോവുകയാണ്. ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കാനായിട്ട് ഞാൻ പറയുന്നില്ല. ഇതിനെപ്പറ്റി ഒരു അവയർനെസ് തരിക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. നമ്മുടെ വാഹനത്തിൽ റേഡിയേറ്ററിൽ വെള്ളം ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് അത് രാവിലെയാണ്. അതായത് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ഒരു കാര്യം ചെക്ക് ചെയ്ത് റേഡിയേറ്ററിൽ വെള്ളമുണ്ടെന്ന് ഉറപ്പുവരുത്തണം. കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ റേഡിയേറ്ററിൽ കൂളൻ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ റിസർവർ ടാങ്കിലും കൂളൻ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇനി അഥവാ ലെവൽ താഴ്ന്നാൽ ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിച്ച് ടോപ്പ് അപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ റേഡിയേറ്റർ ക്യാപ്പ് അടയ്ക്കുമ്പോൾ പ്രോപ്പറായിട്ടാണോ അടഞ്ഞ് ക്ലോസ് ആയേ എന്ന് ചെക്ക് ചെയ്യുക. 2 സൈഡിലും 2 വെട്ട് വീതമുണ്ട്. ആ വെട്ടിലേക്ക് ലെവലായിട്ട് ഇറക്കി വച്ചതിന് ശേഷം ഇതുപോലെ ലോക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എല്ലാ ദിവസവും കൃത്യം രാത്രി 9 മണിക്ക് വാഹനവുമായി ബന്ധപ്പെട്ട ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്.